നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ പലരും ഫേസ് ചെയ്യുന്നൊരു വലിയൊരു ബുദ്ധിമുട്ടാണ്. അതായത് നമ്മുടെ വാഹനത്തിൻ്റെ ബൂട്ട് തുറക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ വാഹനത്തിൻ്റെ ഡിക്കി തുറക്കുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും ബുദ്ധിമുട്ടുന്നൊരു കേസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ വന്ന് ഡിക്കിയുടെ ലോക്ക് ഓപ്പൺ ചെയ്യും, തിരിച്ചു ചെല്ലുന്ന സമയത്ത് അത് ലോക്കായി പോകാറുണ്ട്. എത്ര പേർക്ക് ഈ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്? ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കാണുമ്പോൾ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായി. ഇപ്പോൾ എൻ്റെ ഉള്ളൊരു സ്വിഫ്റ്റാണ്. അത് പലപ്പോഴും നമ്മൾ പാർക്ക് ചെയ്യുന്നതിൻ്റെ പൊസിഷൻ കൊണ്ടും വരാറുണ്ട്. ഞാൻ ഈ സ്വിച്ച് പൊക്കി അതിനുശേഷം ഈ ഡോറൊന്ന് ക്ലോസ് ചെയ്യുകയാണ്. ഒന്ന് ബാക്കിലോട്ട് എല്ലാവരും ശ്രദ്ധിച്ചോണം. ഓക്കെ, ഡോറ് ക്ലോസ് ചെയ്തു. അതിനുശേഷം ഞാനിവിടെ വന്ന് നോക്കിയപ്പോഴേക്കും നിങ്ങൾക്ക് വാഹനം പൊങ്ങുന്ന കാണാം. അതായത് ഇത് ലോക്കായിരിക്കുകയാണ്. എന്തുകൊണ്ട് ശരിക്കും ഇത് ലോക്കായി? അതായത് ഞാനിപ്പോൾ അവിടെ ഓപ്പൺ ചെയ്തതാണ്. ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. ഞാനിവിടെ വന്നു, ഞാനിതൊന്ന് ലോക്കൊന്ന് അഴിച്ചു, അല്ലെങ്കിൽ മേളിലോട്ട് പൊക്കി. അതിനുശേഷം ഞാനിവിടെ വന്ന് തുറന്നപ്പോൾ തുറക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. സംഭവം നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. ഞാനിപ്പോൾ ഈ ലോക്കൊന്ന് തുറന്നു. അതിനുശേഷം ഈ ഡോർ അടയ്ക്കുന്ന കൂട്ടത്തിൽ നിങ്ങളെ ബാക്കിലും കൂടെ ഒന്ന് ശ്രദ്ധിച്ചു വേണം. ഓക്കെ, അത് തുറന്നിട്ട് തന്നെ അടയുന്നത് നമ്മൾ കണ്ടു. അതായത് പ്രഷർ പുറത്തോട്ട് പോകുന്ന സമയത്ത് ഒന്നുകൂടെ ഓപ്പൺ ആയിട്ട് തന്നെ ക്ലോസ് ആയി. ഇത് ശരിക്കും എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? അതായത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഈ ഒരു കംപ്ലയിൻറ്റ് വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഒരു ചെറിയൊരു കാര്യം ചെയ്താൽ മതി. എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാനിപ്പോൾ കൃത്യമായിട്ട് കാണിച്ചു തരാം. ഞാൻ ഒന്നുകൂടെ ഏതായാലും ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്തു. ഡോർ ഞാനിപ്പോൾ തൽക്കാലം ക്ലോസ് ചെയ്യുന്നില്ല. ഓപ്പൺ ചെയ്തതിന് ശേഷം ഞാൻ ഈ ഡിക്കി ഇങ്ങനെ തുറന്നു. ഓക്കെ, അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു റബ്ബറിൻ്റെ ബൂട്ട് കാണാം. കാരണം നിങ്ങൾക്കിവിടെ വളരെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. അതുപോലത്തെ ഒരെണ്ണം ഇവിടെയുണ്ട്. ഇവിടെ മിസ്സിംഗ് ആണ്. നമുക്കപ്പോൾ മനസ്സിലായി ഇവിടെ ഒരെണ്ണം പോയിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിക്കിയുടെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ ഒരെണ്ണം പോയിട്ടുണ്ട്. ഡിക്കിയുടെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ബുഷാണ് ശരിക്കും. ഇത് ഹൈറ്റ് മാത്രമല്ല, ഡിക്കി കറക്റ്റായിട്ട് ഇവിടെ സീറ്റായിരിക്കാനും കൂടെ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് ഒരെണ്ണം ഞാൻ സെറ്റ് ചെയ്തിടാം. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് കണ്ടോ, നമുക്കിത് തുറക്കാൻ സാധിക്കും. ഇതെന്തിന് തുറന്ന് വെക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു ഗ്യാപ്പ് കൂടിക്കഴിഞ്ഞാൽ ഇത് പ്രോപ്പറായിട്ട് തുറക്കും. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ക്ലോസ് ചെയ്തു. ഇനി ഞാനൊന്ന് അൺലോക്ക് ചെയ്യുകയാണ്, അതല്ലെങ്കിൽ ഡിക്കി ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ഇപ്പം ഞാനത് തുറന്നു. ഇനി ഞാൻ ഒന്നുകൂടെ ഒന്ന് ക്ലോസ് ചെയ്യുകയാണ്. ഡോറ് ക്ലോസ് ചെയ്തു. നല്ല ഫോഴ്സായിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്തത്. പക്ഷേ ഇപ്പോൾ എനിക്കത് കൃത്യമായിട്ട് തുറക്കാൻ സാധിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ കണ്ട ആ ഒരു ബുഷ്, അതായത് ഇതുപോലത്തെ ഒരു ബുഷ് കറക്റ്റായിട്ട് എല്ലാവരും ചെയ്യുന്നൊരു കാര്യം, ഇത് ടൈറ്റ് ചെയ്ത് ഉള്ളിലോട്ട് കയറ്റി വയ്ക്കും. അതായത് ടൈറ്റ് ചെയ്ത് ഉള്ളിലോട്ട് കയറ്റി വെച്ച് കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ, ഡിക്കി വന്നിരുന്ന് കഴിയുമ്പോൾ ഇത് പുറത്തോട്ട്, അതായത് ഈ ഡിക്കി പുറത്തോട്ടൊന്ന് പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ഓപ്ഷൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ വരും. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. രണ്ട് സൈഡിലെ ബുഷ് വരുന്നുണ്ട്. ഈ വാഹനത്തിൽ ഒരു സൈഡിലെ ബുഷ് മിസ്സിംഗ് ആണ്. നമുക്ക് അതും കൂടെ ഒന്ന് സെറ്റ് ചെയ്യണം. ഓക്കെ, ഇപ്പം ഞാൻ ഒന്നുകൂടെ ഒന്ന് ഓപ്പൺ ചെയ്തു. ഇനിയിപ്പോൾ എന്തെങ്കിലും രീതിക്കുള്ള ഫോഴ്സ് വന്നാൽ അത് അതുപോലെ തന്നെ ലോക്കായിപ്പോൾ. അത് ലോക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഒന്നുകൂടെ പഴയ കണ്ടീഷനിലോട്ട് ആക്കുകയാണ്. അതേട്ടെ, ഏറെക്കുറെ ഒരു 2 അല്ലെങ്കിൽ 3 ത്രെഡ് നമുക്കിവിടെ കാണണം. അതുപോലെ തന്നെ ഇവിടെയും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഡിക്കി ക്ലോസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു ചെറിയൊരു ടൈറ്റ്നസ് ഫീൽ ചെയ്യും. അൺലോക്ക് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് പുറത്തോട്ട് ചാടി വരാനുള്ളൊരു ഫീലും അവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം ഒരിക്കലും മറക്കരുത്. ഇതുപോലെ നിങ്ങളുടെ വാഹനത്തിൻ്റെ ബൂട്ട് തുറക്കുന്ന സമയത്ത് പെട്ടെന്ന് ക്ലോസ് ആയി പോകുന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ ഇവിടുന്ന് നേരെ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ അന്നേരം തന്നെ അത് ലോക്ക് ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം ഇതുപോലത്തെ ഒന്ന് ഒരു ചെറിയൊരു സെറ്റിംഗ് മാത്രം വരുന്നുള്ളൂ. ആ ഒരു സെറ്റിംഗ് കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ ബൂട്ട് തുറക്കുമ്പോഴത്തേക്കും ഒരു പ്രശ്നം വരുന്നതായിരിക്കത്തില്ല.